മലപ്പുറത്ത് സ്വർണ്ണക്കടത്തുന്നവരൊക്കെ രാജ്യദ്രോഹികൾ, അതോടൊപ്പം തന്നെ അൻവറിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തവരൊക്കെ SDPI പ്രവർത്തകർ. ഇത്തരത്തിലൊരു പരാമർശമായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയത്. ഒപ്പം തന്നെ CPM പാർട്ടി നേതാക്കളൊക്കെ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെ പറയുന്നത്? അതായത് മലപ്പുറം ജില്ലയെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു RSSകാരുടെ സ്വരത്തിലാണ് ഇന്നലെ മുഖ്യമന്ത്രി സംസാരിച്ചത്. അത് ഇന്ന് മുഖ്യമന്ത്രിയിലും CPMലും കേരളത്തിലുണ്ടായ മാറ്റത്തിൻ്റെ ഉദാഹരണമാണ്. അതായത് 1987 ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് LDF എന്ന അധികാരത്തിൽ വന്നത്. അന്ന് EMSൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു, ബാബറി മസ്ജിദ് പൊളിച്ചു നീക്കി പ്രശ്നം പരിഹരിക്കണമെന്ന് 87 ജാനുവരിയിൽ പറഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലും അവർ അനുവർത്തിക്കാൻ പോകുന്നത്. അതായത് മൈനോറിറ്റി കഴിഞ്ഞ ലോക്സഭയിൽ കൈവിട്ടു, അത് ഇത്തവണയും അങ്ങനെ കൈവിടുമെന്നൊരു ഭയമുള്ളത് കൊണ്ട് അവരെ അറ്റാക്ക് ചെയ്ത് RSSൻ്റെ വോട്ട് വാങ്ങുക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ്താവനയെ കാണുന്നത്. മാത്രമല്ല ഇത് RSSകാർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു വാചകമാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച്. അതാണ് ഇന്ന് മുഖ്യമന്ത്രി ഏറ്റുപിടിച്ചിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ആർക്കും തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ SDPIയെ വിമർശിക്കാൻ ഒരു അർഹത അവർക്കില്ല. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ TP രാമകൃഷ്ണൻ അന്ന് പേരാമ്പ്രയിൽ നിന്ന് ജയിച്ചത് അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടാണ്. അന്ന് CPMലെ പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിനെ കൈവിട്ട സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത്. ഇപ്പോൾ 2021 ശിവൻകുട്ടി എങ്ങനെയാണ് ജയിച്ചത്? SDPIയുടെ വോട്ട് കൊണ്ടാണ്. അന്ന് അവർ നടത്തിയ പ്രചരണം ഉണ്ടായിരുന്നു, അതായത് ഹിന്ദു വോട്ടൊന്നും മുരളീധരന് കിട്ടാൻ സാധ്യതയില്ല, അത് കുമ്മനത്തിന് പോവും. അപ്പോൾ മുരളീധരന് വോട്ട് ചെയ്താൽ BJP ജയിക്കുക എന്നുള്ള പ്രചരണം SDPI എന്ന് നടത്തിയല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ ഗുണം കിട്ടിയവരാണ് ഇന്ന് ഇവർക്കെതിരായിട്ട് രംഗത്ത് വന്നത്. മലപ്പുറം ജില്ലക്കാരെ മാത്രം ഒന്നാകെ ബാധിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. മലപ്പുറത്തെ ജനതയെ മുഴുവൻ അപമാനിക്കുന്നത്. അതിൽ ജാതി മത വ്യത്യാസമില്ല. മലപ്പുറത്തുള്ളവരൊക്കെ രാജ്യദ്രോഹികളാണ് എന്നുള്ള രീതിയിലാണ് പിണറായി സംസാരിച്ചത്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല, RSSൻ്റെ ഭാഷ്യത്തിലാണ് ഇപ്പോൾ പിണറായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ PV അൻവറിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തവരൊക്കെ SDPIക്കാർ, അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം പാർട്ടി അനുകൂലികൾ എല്ലാ പാർട്ടിക്കാരും വരും. യോഗം നടക്കുമ്പോൾ ഇപ്പോൾ അൻവറിൻ്റെ പ്രസ്താവനകളൊന്നും വരികയാണല്ലോ. അപ്പോൾ അത് കേൾക്കാനുള്ള ഒരുപാട് ആൾക്കാർ പോകും. അവരൊക്കെ അപ്പോൾ ഇത്രയേറെ വോട്ട് SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ഉണ്ടെന്നാണോ CPM പറയുന്നത്? അപ്പോൾ അവരെ മുഴുവൻ എല്ലാ കാണികളും അത് ഈ രണ്ട് വാക്കാരാണ്. ഇത് പർപ്പസായിട്ട് എന്താ പറയുക, ഈ സമൂഹത്തിൽ വർഗീയമായ ചേരിവുണ്ടാക്കാൻ RSS നടത്തിയ ശ്രമം ഇന്ന് പിണറായി ഏറ്റെടുത്തിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.